ഹലോ. ഫസ്റ്റത്തെ ASMR കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ അല്ലേ? ഞാൻ ഒന്ന് ചോക്ലേറ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. വെറും ചോക്ലേറ്റ് അല്ല, നമ്മുടെ ദുബായ് വൈറൽ ചോക്ലേറ്റ്. സംഭവം കുറേ ആയിട്ട് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഇത് കഴിക്കണമെന്ന്. അങ്ങനെ ഈ ഇടയ്ക്ക് എൻ്റെ ഹോസ്റ്റലിൽ ഉള്ളൊരു റൂംമേറ്റിൻ്റെ ബ്രദറോ അങ്ങനെ മറ്റോ ഗൾഫിൽ നിന്ന് കൊടുന്നിട്ട് ഒരു ചോക്ലേറ്റ് നമുക്ക് റൂമിൽ കൊണ്ടുവന്നു. എന്നിട്ട് അതെല്ലാവരും കൂടി 50 ചെറിയ പോർഷൻ എടുത്തുകയും അതിന് ചെറിയൊരു പീസ് എനിക്ക് കിട്ടിയും. നന്നായി ഇഷ്ടപ്പെട്ടു. എന്നുവെച്ചാൽ ആ പിസ്താഷ്യോൻ്റെ ഇതും ആ കുനാഫയും ആ ചോക്ലേറ്റും കൂടി വരുന്ന ഫ്ലേവർ നല്ല രസമുണ്ട് കേട്ടോ. വെച്ചാൽ വല്ലാണ്ട് നല്ല ഹൈപ്പ് കൊടുക്കേണ്ട സാധനമല്ല, നമുക്ക് നോർമലി കഴിക്കാൻ, ഒരു 1 ടൈം കഴിക്കാൻ അല്ലെങ്കിൽ 2 ടൈം കഴിക്കാൻ പറ്റിയ അങ്ങനത്തെ ഒരു സംഭവമാണ്. വളരെ ഹൈപ്പ് കൊടുക്കേണ്ട ഒരു സംഭവം വല്ലാതൊരു തോന്നലുണ്ട്. അപ്പോൾ ഞാനിത് വീട്ടിലുണ്ടാക്കാമെന്ന് കുറേ വിചാരിക്കുന്നത്. ആദ്യം വിചാരിച്ചാൽ വാങ്ങിയാലോ വെച്ചിട്ട് കുറേ ഓൺലൈൻ സൈറ്റിലൊക്കെ നോക്കി. അപ്പോൾ അതിനൊക്കെ നല്ല ഒടുക്കത്തെ റേറ്റ് 2000 അങ്ങനെയൊക്കെ വരുന്നുണ്ട്. ചെറിയ റേറ്റിന് വരുന്നതിന് ചെറിയൊരു പോർഷനാണ് വരുന്നത്. എത്ര 100 റുപ്പീസിന് എൻ്റെ ചെറിയൊരു 40 ഗ്രാം അങ്ങനത്തെ വരുന്നുണ്ട്. ചെറിയൊരു അതും കണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് വീട്ടിലുണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ട്. ഉണ്ടാക്കുന്നത് അറൗണ്ട് ഒരു 400 അണ്ടറിലാണ് ഈ സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിയത് കേട്ടോ, ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള. അതിനുവേണ്ടി ആദ്യം തന്നെ ഞാനൊരു പിസ്താഷ്യോ എടുത്തത്, ഒരു 100 ഗ്രാം പിസ്താഷ്യോ, അതിനൊരു 125 രൂപ അങ്ങനെ എന്തോ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഷെല്ലൊക്കെ പോക്കിയിട്ടൊന്ന് ഞാൻ വേവിക്കാൻ വെക്കുന്നുണ്ട്. എന്നുവെച്ചൊരു 10 മിനിറ്റ് വേവിക്കാം. അതാണ് ഇതിൻ്റെ ഒരു കണക്ക് കേട്ടോ. ഞാൻ പല റെസിപ്പീസും യൂട്യൂബിൽ കണ്ടിട്ട് എൻ്റേതായൊരു രീതിയിൽ എടുക്കുന്ന കേട്ടോ. ഈ പിസ്താഷ്യോ വേവിക്കുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ നമുക്ക് നല്ലോണം കിട്ടും എന്നൊരു ഇത് ഞാൻ കണ്ടിക്ക്. അങ്ങനെയുണ്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് വേവിക്കാൻ വെക്കുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് ആ പിസ്താഷ്യോ കുനാഫേൻ്റെ ആ ഡോ ഇല്ലേ, അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ബട്ടർ എടുക്കുന്നുണ്ട്. ചെറിയൊരു പീസ് ബട്ടർ ആട്ടോ എടുക്കുന്നത്. ഒരു 75 രൂപേൻ്റെ വലിയൊരു ബാർ കിട്ടിയിട്ട് അതിൻ്റെ ഒരു 1/4 പോർഷന് അങ്ങനെ അത്രേ എടുക്കുന്നുള്ളൂ. അതെടുത്തിട്ട് അതിലേക്ക് വേർമിസെല്ലി ഉണ്ട് എടുക്കുന്നത്. നിങ്ങൾക്ക് കുനാഫ എടുക്കാം. കുനാഫയാണ് ഒറിജിനൽ വേണ്ടത്. കുനാഫേൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ വാങ്ങാൻ കയറി സൂപ്പർ മാർക്കറ്റിൽ കുനാഫ ഇല്ലേനു. അപ്പോൾ ഞാൻ വിചാരിച്ചു വേർമിസെല്ലി ഇവിടെ ഉള്ളത് വെച്ചിട്ടാണ് വേർമിസെല്ലിയും കൊണ്ട് ഉണ്ടാക്കാൻ വെച്ചത്, അഥവാ സേമിയ. അപ്പോൾ അതൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ച പിസ്തല്ലേ എടുത്ത് ഊറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് 10 മിനിറ്റ് വേണ്ട, ഒരു 5-6 മിനിറ്റ് മതി. അത് വെന്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊലി നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ആക്കാൻ പറ്റും കേട്ടോ. ആ തൊലി എടുക്കുമ്പോൾ അതിന് ആ പിസ്താഷ്യോ സോസിനൊരു പച്ച കളർ കൂടും. തൊലി ഉണ്ടെങ്കിൽ അത്രക്ക് പച്ച കളർ ഉണ്ടാവില്ല. പിന്നെ ഇതങ്ങാട്ടി ക്വാളിറ്റിയിൽ പിസ്താഷ്യോ കിട്ടും കേട്ടോ, അതും നമുക്ക് എടുക്കാം. ഇതിനങ്ങാട്ടി ഒരു പച്ച കളറൊക്കെ കിട്ടും. പിന്നെ ഞാൻ എക്സ്ട്രാ കളേഴ്സും കാര്യങ്ങളൊന്നും ആഡാക്കുന്നില്ല. അപ്പോൾ ആദ്യം തന്നെ അത് ഗ്രൈൻഡാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ വേവിച്ച് വെച്ച വെർമിസെല്ലി മാറ്റി വെച്ച് കേട്ടോ, അത് പറയാൻ പറ്റുമോ. അപ്പോൾ പിസ്താഷ്യോ നല്ലോണം ഒന്ന് ഗ്രൈൻഡാക്കി എടുക്കുക. നിങ്ങൾക്ക് നല്ല ക്രീമായിട്ട് എടുക്കുക, ഒന്നും കൂടി ഗ്രൈൻഡാക്കി എടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഞാൻ നമ്മുടെ മിൽക്ക് മെയ്ഡില്ലേ, മിൽക്ക് മെയ്ഡാണ് കേട്ടോ ഇട്ടിച്ചെടുക്കുന്നത്. മിൽക്ക് മെയ്ഡിൻ്റെ വലിയൊരു ഡപ്പ് എടുത്തിട്ട് അതിൻ്റെ ഒരു 1/4 പോർഷൻ എടുത്തൊക്കെ ഉണ്ടാവുള്ളൂ, അത്രേ എടുത്തൊക്കെ ഉണ്ടാവുള്ളൂ. അതാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്കല്ലെങ്കിൽ ചിലർ ഞാൻ കണ്ടിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഇല്ലേ, നമ്മുടെ മിൽക്കി ബാറൊക്കെ പോലത്തെ അങ്ങനത്തെ വൈറ്റ് ചോക്ലേറ്റിൻ്റെ വലിയ ബാറ് മെൽട്ടാക്കിയിട്ട് അത് ഇതിൽ മിക്സ് ആക്കുന്നത്, അങ്ങനെയും ചെയ്യാം. മീൻസാൽ അതും ഇതിനും ഏകദേശം ഓൾമോസ്റ്റ് ഒരു സെയിം ടേസ്റ്റ് അല്ലേ. അപ്പോൾ അതും എടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇതെടുക്കാം. അത് നല്ലൊന്ന് ബ്ലെൻഡാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഒരു സോസ് പരുവത്തിൽ പിസ്താഷ്യോ സോസ് നമുക്ക് വാങ്ങാൻ കിട്ടും, അതും നിങ്ങൾക്ക് യൂസ് ആക്കാം. പിന്നെ വേർമിസെല്ലി നേരത്തെ റോസ്റ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. അത് നല്ല ഇതൊന്ന് ക്രഷാക്കി കൊടുക്കുന്നുണ്ട്. കുറച്ച് നീളം ഉണ്ടാവില്ലേ വേർമിസെല്ലിക്ക്, അപ്പോൾ അതൊന്ന് ക്രഷാക്കിയിട്ട് നമ്മുടെ നേരത്തെ ഉണ്ടാക്കി വെച്ച പിസ്ത സോസില്ലേ, ആ പിസ്താഷ്യോ സോസും ഇതും കൂടി നല്ല മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇത്രയും നേരം കൊടുത്ത വോയിസ് ഓവറിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. എല്ലാം ഒറ്റ സ്ട്രെച്ചിലാണ് ഞാൻ ചെയ്തത്. ഞാൻ പിന്നെ വോയിസ് ഓവറിന് കേൾക്കുന്നില്ല, കേട്ടാൽ പിന്നെയും വോയിസ് ഓവർ കൊടുക്കേണ്ടി വരും, അതിനൊക്കെ ആവില്ല. അപ്പോൾ ആ വോയിസ് ഓവർ തന്നെ ഞാൻ വെച്ചിട്ടോ. പിന്നെ അത് മിക്സാക്കി അതവിടെ മാറ്റി വെച്ചിട്ടോ. അതിനുശേഷം നമുക്ക് നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ് ആണ് ഞാൻ അടുത്ത മറ്റേ മിൽക്ക് ചോക്ലേറ്റ് കിട്ടുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. എന്നുവെച്ചാൽ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ മിൽക്ക് ചോക്ലേറ്റ് ഇല്ലേ, അത് കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇതിന് ചെറിയൊരു കയ്പ്പ് ഉണ്ടാവും, അത് ഇഷ്ടപ്പെടുന്നവർക്ക് അതെടുക്കാം. പിന്നെ ഞാൻ ഡബിൾ ബോയിലാണ് കേട്ടോ ചെയ്യുന്നത്. പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കുന്നില്ല, ഒരു ചൂടുവെള്ളം ഒരു പാത്രത്തിലെടുത്ത് അതിൻ്റെ മുകളിൽ ഇത് വെക്കാം. നമുക്ക് പെട്ടെന്ന് ഇത് മെൽറ്റായി കിട്ടും. ഇതിലേക്ക് വെള്ളം ഒന്ന് ഉറ്റിപ്പോകരുത് കേട്ടോ, ഇത് ഉറ്റിപ്പോയാൽ ആ കൺസിസ്റ്റൻസി കിട്ടില്ല. പിന്നെ ഞാനിവിടെ ഉള്ളൊരു പാത്രം ഇട്ട് കൊടുക്കുന്നത്, അതിൽ ചെറുതായിട്ടൊന്ന് ബട്ടർ തേച്ച് കൊടുക്കുന്നുണ്ട്, ഗ്രീസാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ചോക്ലേറ്റ് ചുറ്റും സ്പ്രെഡാക്കി കൊടുക്കുക. എന്നിട്ട് ഒന്ന് സെറ്റാവുന്ന ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. ഞാൻ കുറേ നേരം ഫ്രിഡ്ജിൽ വെച്ച് പോയി, അതാണ് ഇത്രയ്ക്ക് സെറ്റായി പോയത്. അതിന് ശേഷം നമ്മുടെ പിസ്താഷ്യോയുടെ പേസ്റ്റ് ഇല്ലേ, ആ മിക്സ് അതിൽ നടുഭാഗത്തൊന്ന് തേച്ച് കൊടുക്കുക, സെൻറ്റർ പോർഷനിൽ. എന്നിട്ട് അതിന് ശേഷം പിന്നെയും നമ്മുടെ ചോക്ലേറ്റ് മുകൾ ഭാഗത്ത് ഒഴിച്ചു കൊടുക്കുക.
ഇത്രയേ ഉള്ളൂ, സംഭവം റെഡിയാണ്. പിന്നെ ബാക്കിയുള്ള ചോക്ലേറ്റൊക്കെ ഞാൻ വേറൊരു ഐസ് മോൾഡിലും ഒഴിച്ച് വെക്കുന്നുണ്ട് കേട്ടോ, അത് ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. പിന്നെ നമുക്ക് ഇതിൽ പറയാനുള്ളൊരു കാര്യം, അധികം തിക്നെസ്സിൽ ചോക്ലേറ്റ് ആക്കരുത്, അത്ര ടേസ്റ്റ് ഉള്ളൂ. കട്ടി കുറഞ്ഞ് തിക്ക് കുറഞ്ഞിട്ടുള്ള ചോക്ലേറ്റ് ഒക്കെ കേട്ടോ രസം ഉണ്ടാവുക. അത് നിങ്ങൾക്ക് മറ്റേ വീഡിയോ ഫസ്റ്റ് പോർഷനിൽ ഞാൻ ഒരു ആഡാക്കിയ വീഡിയോയില്ല, അത് കാണുമ്പോൾ മനസ്സിലാവും. നമുക്ക് പെട്ടെന്ന് കടിക്കാൻ കഴിയില്ല. എന്ന് വെച്ചാൽ നമ്മുടെ ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് മുൻപന്തിയിൽ വെക്കും, നമ്മുടെ പിസ്താഷ്യോൻ്റെ ഫ്ലേവർ അധികം അവിടെ കിട്ടില്ല. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് വീഡിയോ കാണാം. അതിലേക്ക് ബൈ.